പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങളും അറിയിക്കുന്നു. പിന്നെയും നമുക്ക് ഒരു പുതിയ ആഴ്ചയുടെ ആരംഭ ദിവസം ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് അവസരം നൽകുന്നല്ലോ. ഈ 2026 രണ്ടാമത്തെ മാസം 16 ദിവസങ്ങൾ ദൈവം നമ്മെ പരിപാലിച്ചു. ഈ ദിവസം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ അടുത്തു വരികയാണ്. ദൈവവചനം പിന്നെയും നമുക്ക് അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളേവരുടെയും ഉത്സാഹത്തിന് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകുന്ന 5 അല്ലെങ്കിൽ 5-ലധികം താക്കീതുകളിൽ ഒന്നാമത്തേതാണ് നമ്മൾ കാണുന്നത്. നമുക്കതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാമല്ലോ. For since the message declared by angels proved to be reliable, and every transgression or disobedience received a just retribution, how shall we escape if we neglect such a great salvation? It was declared at first by the Lord, and it was attested to us by those who heard, while God also bore witness by signs and wonders and various miracles, and by gifts of the Holy Spirit, distributed according to his will. Thank you, Annie sister. അപ്പോസ്തലൻ ഇവിടെ നമുക്ക് പുതിയ നിയമ കാലത്ത് യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമായ രക്ഷയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അതിനെ ഗണ്യമാക്കാതെ പോകുന്ന പാപത്തെക്കുറിച്ചും അതിന് ലഭിക്കുവാൻ പോകുന്ന നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധിയെക്കുറിച്ചും പറയുകയാണെന്ന് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ രക്ഷയുടെ വചനത്തെ പഴയ നിയമ ന്യായപ്രമാണവുമായും പഴയ നിയമ ലംഘനത്തിന് നീക്കുപോക്കില്ലാതെ ലഭിച്ച ശിക്ഷയോട് ഉപമിച്ചും കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണല്ലോ. അതിൽ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഒരാൾക്ക് ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോകാൻ കഴിയുന്നത് എന്നതായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇസ്രായേലി ചരിത്രത്തിൽ നിന്ന് എടുത്തു പഠിച്ചതാണ്. ഇപ്പോഴും കർത്താവിൻ്റെ ദാസൻ നമ്മുടേതായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദൈവം അവർക്ക് കൊടുത്ത എല്ലാ നന്മകളെക്കാളും, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങളെക്കാളും, അതിൽ സന്തോഷിക്കുന്നതിനും തൃപ്തരാകുന്നതിനും പകരം അവർ വ്യാമോഹികളായി, ദുർമോഹികളായി, താൽക്കാലിക ഭോഗസംതൃപ്തി ആദായകരമെന്ന് അവർ കണ്ടു. അതിൻ്റെ പുറകെ അവർ പോയി.
അവർ ദൈവം അവർക്ക് കൊടുത്തതിനെയൊക്കെ നിസ്സാരമായിട്ട് കണ്ടു. അതിനു വേണ്ട ഗൗരവം കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് നിമിത്തമാണ് അവർ പട്ടുപോയത്. സ്തോത്രം. അത് നിമിത്തമാണ് അവർ നഷ്ടപ്പെട്ടു പോയത്. മരുഭൂമിയിൽ വീണുപോകുവാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, 23,000 പേര് വീഴുവാൻ കാരണമായത്. അതുപോലെ തന്നെ അവര് ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചു. ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ ഇറച്ചി അവരുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ചൊരിഞ്ഞു. ഒരു വലിയ സംഘം മരിച്ചു. എല്ലാം എന്തുകൊണ്ടാ? അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്, ദൈവം കരുതിയത്, ദൈവം കൊടുത്തത്, അതിനെ അക്നോളജ് ചെയ്യാൻ, അതിനെ തിരിച്ചറിയാൻ, അതിനെ അംഗീകരിക്കാൻ, അതിനുവേണ്ടി ദൈവത്തോട് സന്തോഷമുള്ളവരും നന്ദിയുള്ളവരുമായിരിക്കുവാൻ കഴിയാതെ താൽക്കാലികമായ സുഖം അവരന്വേഷിച്ചു. അതായിരുന്നു അവരുടെ പാപം. നാമും അങ്ങനെയാകരുത്. ദൈവം നമുക്ക് ഭൗതികമായതൊന്നും ആയിരിക്കില്ല തന്നിട്ടുള്ളത്. എന്നാൽ പാപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് അവൻ നമ്മെ അഴിച്ചുവിട്ടു. പിശാചിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. സ്തോത്രം. അതിലൊക്കെ സന്തോഷിക്കുന്നതിന് പകരം നമുക്കും ഭൂമിയിലെ നന്മകൾ വേണം 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 എന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കുള്ളത് പോരാ പോരാ എന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായിട്ട് മാറുന്നു. അത് രക്ഷയെ അവഗണിക്കലാണ് എന്ന് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് പഠിക്കുവാൻ കഴിഞ്ഞു. രണ്ടാമതൊരു കാര്യം നമ്മൾ ആ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത്, അവരോട് കൂടെ ദൈവം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. ദൈവം അവരുടെ നടുവിൽ. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ബിലെയാമിന് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ കഴിയാതെ പോയതിന് കാരണം എന്തായിരുന്നു? അവരുടെ ദൈവമായ യഹോവ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ബിലെയാം കണ്ടു. അത് വിളിച്ചു പറഞ്ഞു. സംഖ്യാപുസ്തകത്തിൽ നാം അത് വായിക്കുന്നുവല്ലോ. സ്തോത്രം. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് നാം വരുമ്പോഴാണ്, സ്തോത്രം, ദൈവം, അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. സംഖ്യ 23-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. നമ്പേഴ്സ് 23:21. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളിലാണ് നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾക്ക് അതിൻ്റെ മുകളിലും താഴെയുമൊക്കെ യാക്കോബിനും ഇസ്രായേലിനും ആഭിചാരവും ലക്ഷണവിദ്യയും ഒന്നും ഫലിക്കില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ, എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണമാണ് നാം 21-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നത്, അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ സ്തോത്രം ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. അവരത് പുറപ്പാട് പുസ്തകം 33 4 തുടങ്ങിയ വാക്യങ്ങളിൽ സമ്മതിക്കുന്നുണ്ട്. ദൈവം അവരോട് കൂടെ സഞ്ചരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവർ കരഞ്ഞു. 33:15 വരുമ്പോൾ മോശ പറയുന്നു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത്. ഒക്കെ ശരിയാ. പക്ഷേ പ്രായോഗികമായ തലത്തിൽ അവരോട് കൂടെ ഉണ്ടായിരുന്ന, അവർക്കൊപ്പം യാത്ര ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മാനിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് ദൈവ സാന്നിധ്യത്തെക്കാൾ വലുത് മറ്റെന്തൊക്കെയായിരുന്നു. നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കാട്ടെ. സ്തോത്രം. ദൈവം നമ്മോട് കൂടെ അക്ഷരീയമായി നടക്കുന്ന, കൂടെ ഇരിക്കുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥ. സ്തോത്രം. ആദം ഹവ്വമാരോടുകൂടെ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം വരുമായിരുന്നുവെന്ന് നമ്മൾ കാണുന്നു. അതുപോലെ ദൈവം അവരോട് കൂടെ യാത്ര ചെയ്ത ഭാഗ്യകരമായ അനുഭവങ്ങൾ. സ്തോത്രം. എത്രയെത്ര സന്ദർഭങ്ങൾ ദൈവം അവരോട് കൂടെ. നാം ഏറ്റവും അധികം വിലമതിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, the very distinguishing factor of God's people is nothing but the presence of God. Praise God. ഏറ്റവും നമ്മെ വിശേഷതയുള്ളവരാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കർത്താവ് നമ്മോടുകൂടെ ഇല്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് വിശേഷതയാ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിൽ ഇന്നലെയും അതിനങ്ങേ ആഴ്ചയും പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. നമുക്ക് ദൈവത്തെ മതി എന്ന് വെക്കുക. ദൈവത്തെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മറ്റൊന്ന്, നാം ദൈവത്തെ കൊണ്ട് തൃപ്തരാവുക. എനിക്ക് ദൈവം വേണം, ദൈവം മാത്രം മതി. സ്തോത്രം. അതുപോലെ തന്നെ ദൈവം തന്നെ നമുക്ക് തരുമ്പോൾ നാം അവനെ കൊണ്ട് തൃപ്തരാവുകയും വേണം. സ്തോത്രം. ഇതാണെന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കോരഹിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ കോരഹ വംശികള് 42 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, എൻ്റെ ഉള്ളം ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായിട്ട് തന്നെ ദാഹിക്കുന്നു. 63 സങ്കീർത്തനത്തിലും അതുപോലെ തന്നെയാണ്. ആ ഭാഗങ്ങളിലെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പഠിച്ചത്. സ്തോത്രം. നമുക്ക് ദൈവം മാത്രം മതി. സ്തോത്രം. ദൈവം മാത്രം മതി. അപ്പോൾ തന്നെ ദൈവത്തെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തെ കൊണ്ട് തൃപ്തരായിരിക്കാനും കഴിയണം. വേറെ ഒന്നും വേണ്ട. എന്നാൽ ഇവിടെ രക്ഷയെ അവഗണിക്കുമ്പോൾ
ഈ ദൈവസാന്നിധ്യത്തിൽ നമ്മൾ തൃപ്തരാവില്ല. നമ്മുടെ ഉള്ളം അപ്പോഴും വേറെ എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തിൽ മാത്രം രസിക്കുന്ന, ദൈവത്തിൽ മാത്രം സന്തോഷിക്കുന്ന, തൃപ്തരായിരിക്കുന്ന അവസ്ഥ ഇല്ലാതെയാകുന്നതാണ് രക്ഷയെ അവഗണിക്കുന്നത് എന്ന പാഠം നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. സ്തോത്രം. ഇതിനോട് തന്നെ ചേർന്നുള്ള ഒരു സംഗതി, ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന, വേറെയായിട്ടോ അതിൻ്റെ അനുബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്തോത്രം. അതായത് ദൈവീക വിഷയങ്ങളിൽ ഉത്സാഹമില്ലാത്തവരായി, മടുപ്പുള്ളവരായി, മുഷിപ്പുള്ളവരായിട്ട് തീരുക. ദൈവിക വിഷയങ്ങളിൽ സന്തോഷമില്ലാതെ, ഉത്സാഹമില്ലാതെ, ദൈവം നമ്മെ രക്ഷിച്ചു എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നില്ല. നമുക്കതിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്തോത്രം. അങ്ങനെ സാധിക്കാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ പിന്നെ ലോകത്തിലെ പലതിലുമാണല്ലോ അഭയം തേടുക. ഞങ്ങൾ ചർച്ചിൽ കഴിഞ്ഞ 2 മാസത്തിലധികമായിട്ട് പഠിച്ചു വരുന്ന ഒരു ഭാഗം തന്നെ ഞാൻ അതിന് ആധാരമായിട്ട് എടുക്കട്ടെ. 2 പത്രോസ് 1-ാമത്തെ അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. 2 Peter 1:8 and 9. For if these qualities are yours and are increasing, they keep you from being ineffective or unfruitful in the knowledge of our Lord Jesus Christ. For whoever lacks these qualities is so nearsighted that he is blind, having forgotten that he was cleansed from his former sins. Forgetting I'm cleansed from my former sins. But when I neglect this great salvation, I will forget about being cleansed from my sins. സ്തോത്രം. നമുക്ക് ലഭിച്ച പാപക്ഷമയെ മറന്നുകളയുന്ന അവസ്ഥ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിത്തീരുന്ന അവസ്ഥ. സ്തോത്രം. 8ാം വാക്യം കണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും നിഷ്ഫലന്മാരും ആയിത്തീരുന്ന ഒരവസ്ഥ.
എന്താ? ഒരു സന്തോഷമില്ല. ഏത് വിഷയത്തിൽ? ഒന്നിലും ഒരു സന്തോഷമില്ലെന്നേ. ആകെപ്പാടെ ഒരു ബോറൻ ജീവിതം. കുടുംബമുണ്ട് കൂടെ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ജോലിയുണ്ട്, അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്, പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ. പക്ഷേ ഒരു സന്തുഷ്ടിയില്ല. പുറകിൽ നിന്ന് നമ്മളെ പുഷ് ചെയ്യുന്ന, തള്ളി തള്ളി കൊണ്ടുപോകുന്ന ഒരു സന്തോഷത്തിന്റെ തിമിർപ്പില്ലായ്മ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടോ? സ്തോത്രം. അതോ നാം നമ്മുടെ പാപക്ഷമയെക്കുറിച്ചൊക്കെ മറക്കാതെ ഓർത്ത് അതിൽ സന്തോഷിക്കുന്ന അവസ്ഥകളാണോ? സ്തോത്രം. ദാറ്റ് മീൻസ് ഈ വിഷയങ്ങളിൽ ഒരു ഉത്സാഹമില്ലാത്തപ്പം നമ്മുടെ മനസ്സ് മറ്റ് പലതിലേക്കും തിരിഞ്ഞു പോകും. യാന്ത്രികമായി പലതും ചെയ്യുന്നുണ്ടാകാം. We may be doing everything very systematically and rather mechanically. ഉള്ളിൽ തട്ടിയല്ല. We become indifferent. ആ ഉത്സാഹക്കുറവ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിപ്പില്ലാത്ത കുടുംബങ്ങളെ എനിക്കറിയാം. 1-2 ദിവസത്തേക്ക് ഒന്നുമല്ല, ദീർഘനാളുകളിലേക്ക് തന്നെ അങ്ങനെ കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് 5 മണിക്കോ 6 മണിക്കോ വീട്ടിൽ വരാവുന്നവരാണ്. പക്ഷെ വരുത്തില്ല. വളരെ വൈകിയേ അവർ വീട്ടിലെത്തും. ഇനി അഥവാ വീട്ടിലെത്തിയാൽ ബാഗുമൊക്കെ കൊണ്ടുവച്ച് ഒന്ന് ഫ്രഷായി തുണി മാറി പിന്നെ ഉടനെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ചിലപ്പോൾ അതിൻ്റെ പരിസരത്തെങ്ങാണൊക്കെ കാണും, പക്ഷെ വീട്ടിൽ കാണത്തില്ല. ഇനി അഥവാ വീട്ടിൽ ഇരുന്നാലും ഫോൺ വിളിയോ മറ്റാരോടെങ്കിലും ഒക്കെ സംസാരമായിരിക്കും. വീട്ടിൽ കുടുംബത്തിലുള്ളവരോട് സന്തോഷിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവധി ദിവസങ്ങൾ അവർക്ക് വളരെ പ്രയാസമാണ്. മറ്റു ചിലരുണ്ട്, നല്ല കുടുംബജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിക്കുന്നവരെ, ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട്. അവർക്കൊരവധി കിട്ടാൻ നോക്കിയിരിക്കുക. ഓഫീസിൽ വിട്ടാൽ എത്രയും പെട്ടെന്ന് അവർ ഓടിച്ച് വീട്ടിൽ പോകും. അവർ പറയും, വീട്ടിൽ ചെന്ന് കയറിയ പിന്നിനി ഇറങ്ങത്തില്ല, വീട്ടിലിരിക്കത്തുള്ളൂ. ഭാര്യയോട് പോലും പറയും, എന്തെങ്കിലും വേണമെങ്കിൽ പറ, വരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വരാം, വീട്ടിൽ വന്നിട്ട് പിന്നെ ഇറങ്ങത്തില്ല. അവരാ വീടും വീട്ടുകാരെയും
ആസ്വദിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ മറ്റേ കൂട്ടർക്ക് അത് പറ്റുന്നില്ല. നമ്മുടെ ഈ സന്തോഷം, ഈ ഉത്സാഹം എവിടെയെങ്കിലും പോയി മറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഈ ഉത്സാഹം മറ്റെന്തിലേക്കെങ്കിലും വഴിതിരിഞ്ഞു പോയിട്ടുണ്ടോ? സ്തോത്രം. ആദ്യ സമയങ്ങളിൽ, ചിലപ്പോൾ ആദ്യത്തെ ചില വർഷങ്ങളിലേക്ക് പോലും തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല ഈ ഒരു മാറ്റം. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ അവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുന്നവർ, തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുന്നവർ. കുടുംബത്തിലെ കാര്യമല്ല, അത് ഉദാഹരണം നമ്മൾ കണ്ടു എന്നേ ഉള്ളൂ. കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ ആ ഒരു സന്തോഷക്കുറവ്, പിണക്കമുണ്ടോ? ഇല്ല. വഴക്കിട്ടോ? ഇല്ല. എന്തെങ്കിലും സൗന്ദര്യപ്പടക്കം? അതുപോലും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്തോ അങ്ങോട്ട് ഇറങ്ങി ആ, ഒന്ന് 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 ആഘോഷിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വല്ല അവസ്ഥകളും ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പോഴേ വീഴണം. കർത്താവിങ്കിലേക്ക് നമ്മൾ അടുത്തു വരണം. ഒരു ഇൻഡിഫറൻസും ഉണ്ടാകരുത്. സ്തോത്രം. നമ്മൾ അവിധ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ രക്ഷയെ എങ്ങനെ അവഗണിക്കാം, ആത്മീയ വിഷയങ്ങളെ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന അവസ്ഥ. അറിഞ്ഞുകൂടഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ? ഉള്ളുകൊണ്ടങ്ങോട്ട് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് തന്ന രക്ഷയെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ, സ്തോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ഓർക്കാൻ, ആസ്വദിക്കാൻ, സ്തോത്രം, മനസ്സിലാവുന്നുണ്ടല്ലോ? Do we find ourselves guilty of this sin? നമ്മളിപ്പോൾ ഈ പറഞ്ഞ പാപം നമ്മിലുണ്ട് എന്ന ഒരു തോന്നൽ, എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നാം പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ റെക്ടിഫൈ ചെയ്യാൻ, അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ ചുവട് വെക്കുന്നതിൽ കാലതാമസം വരുത്തുന്നുണ്ടോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടെന്നാണ് കരുതുന്നത്. നമുക്ക് മനസ്സിലായി, നമുക്ക് പഴയതുപോലെ കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. പഴയതുപോലെ ആത്മീയ വിഷയങ്ങളിൽ ഉത്സാഹം ഉണ്ടാവുന്നില്ല. ഞാൻ എന്നെ തന്നെ വിലയിരുത്താറുള്ള ഒരു കാര്യം പറയാം. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേത് പോകട്ടെ. ഞാൻ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ ചർച്ചിൽ ഞായറാഴ്ച സഭായോഗം, ചൊവ്വാഴ്ച ബൈബിൾ സ്റ്റഡി, വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റോ കോട്ടേജ് മീറ്റിംഗ്, ശനിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന. അതിലെല്ലാവരും കൂടെ വരുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഒരു ദൈവിക ദൂത് കർത്താവ് തന്നാൽ
ദൈവവചനത്തിൽ ഒരു സന്ദേശം, ദൂത് എന്ന് പറഞ്ഞതുകൊണ്ട് മോഡേൺ ദൂതായിട്ട് കരുതരുത്. ദൈവം എന്നോട് സംസാരിച്ചാൽ ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഞായറാഴ്ച ഒന്ന് വന്നാൽ മതിയായിരുന്നു. സ്തോത്രം. എന്നാൽ ആ ഉത്സാഹം ഇന്ന് എന്നിലുണ്ടോ എന്ന് ഞാൻ സ്വയം വിലയിരുത്താറുണ്ട്. സ്തോത്രം. എന്തൊരു ഉത്സാഹമായിരുന്നു! അങ്ങനെയുള്ള ഒരു ഉത്സാഹം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്ക് ദൈവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ ഹൃദയം സന്തോഷിച്ചു. സ്തോത്രം. നമ്മെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ, യോഗം കൂടാൻ വേണ്ടി മാത്രമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ, ആവോളം ബാക്കി സമയങ്ങൾ ദൈവത്തോട് മാത്രം ചിലവഴിപ്പാൻ, അതിനെയും ജോലിക്കിടയിലും ആയിക്കോട്ടെ കർത്താവിനോട് ഇടമുറിയാതെ ബന്ധപ്പെടുക. നാം അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ? സ്തോത്രം. അത് തന്നെയല്ലയോ ഈ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞെന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് ഇത് തന്നെയല്ലയോ? അതെ, തീർച്ചയായിട്ടും. ഹിന്ദിയിലെ ഒരു പാട്ടുള്ളതുപോലെ യേശുവിനോട് പറയുക, തു മേരാ പെഹല പെഹല പ്യാർ ഹെ. സ്തോത്രം. കർത്താവേ, നീയാണ് എൻ്റെ ആദ്യ സ്നേഹം. നിന്നോടല്ല, നീയാണ്. അതാണ് വ്യത്യാസം. Christ should become, God should become our first love. First love. That means the foremost, first and the topmost place in our love list. സ്തോത്രം. ലോകത്തോടുള്ള നമ്മുടെ സമീപനം മാറുക. ക്രിസ്തു നമ്മുടെ പ്രഥമ പ്രേമമായിട്ട് മാറണം. നാം കർത്താവിനെ സ്നേഹിക്കുന്നത് ആയിട്ടല്ല, ക്രിസ്തു തന്നെ നമ്മുടെ സ്നേഹമായി മാറണം. പക്ഷെ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെയും അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെയും കുറവ് ഇന്ന് നമ്മളില്ലേ? സ്തോത്രം. എന്നിൽ അതുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തിരിച്ചറിയുന്ന മാത്രയിൽ തന്നെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ് വേണ്ടത്. ആരോ പറഞ്ഞതുപോലെ, നാം യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റി എന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷത്തിൽ യു-ടേൺ എടുത്തോണം, തിരിച്ചോണം. അല്പം കൂടെ കഴിയട്ടെന്ന് വെച്ചാൽ തിരികെ വരാനുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കുക. അതിന് അമാന്തിക്കരുത്. അമാന്തിച്ചാൽ, അതിനെ പിന്നാട്ടെ വൈകിപ്പിച്ചാൽ നമ്മൾ ഈ പാപത്തിലകപ്പെടുകയാണ്. രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്ന പാപം.
ഇതുവരെയുള്ള കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും? ഇതിനോട് നിങ്ങൾക്കും എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ പോയിന്റ്സോ ആലോചനകളോ ഒക്കെ കിട്ടുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. വേറെ ഒന്നുമില്ലെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. 2 കാര്യങ്ങൾ കൂടെ ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കണമെന്ന് എനിക്കുണ്ട്. 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒന്ന് ഉപദേശപരമായ കാര്യമാണ്. നമ്മളത് ഇതിനു മുമ്പും പല പ്രാവശ്യം നോക്കിയിട്ടുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അതായത് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത്, നിൽക്കുന്നു എന്നുള്ളവൻ വീണുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഴാതെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. സ്തോത്രം. എത്ര ബലവാന്മാരോ ഒക്കെയായിരുന്നാലും നിൽക്കുന്ന കൃപയിൽ നിന്ന് വീണുപോകുവാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവോടെ നാം ഓരോ ചുവടും വയ്ക്കണം. സ്തോത്രം. രക്ഷ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള നമ്മുടെ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് ഒക്കെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത്. So here 2 more things we have to discuss what is in my mind. And one thing is this. Since we have a warning here that we may not slip away from what we heard, and we may escape the wrath of God or the justice of God. The thing is this: there is a possibility for every Christian. There is a possibility for every Christian to fall away from this salvation. It's possible. Therefore, take heed. Take heed. A warning of possibility of falling away. സ്തോത്രം. ഇവിടെ ആ ഒരു താക്കീതാ ഉള്ളത്. പൗലോസ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ചും പഠിച്ചും കൊണ്ടൊക്കെ ഇരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യം, 10:12, 10 verse 12, 1 Corinthians. Therefore, let him that thinketh he standeth take heed lest he fall. Praise God. Therefore, let one thinks that he is standing. Let him take heed that he may not fall. സ്തോത്രം. വളരെ അപകടകരമായ ഒരു സാധ്യതയാണ്. സ്തോത്രം.
വീണുപോകാൻ, പിന്മാറിപ്പോകാൻ, സ്തോത്രം, ഒക്കെയുള്ള സാധ്യത നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ്. സ്തോത്രം. നമ്മൾ ഇതിൻ്റെ വിശാലമായ ഭാഗങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് പെന്തക്കോസ്തുകാർക്കിടയിലും രക്ഷ ഭദ്രമാണ് എന്ന് പഠിപ്പിക്കുന്നവർ ഉണ്ട്. രക്ഷ ഭദ്രമാണെന്ന്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നീട് നഷ്ടപ്പെട്ടു പോകില്ലെന്ന്, ജീവന്റെ പുസ്തകത്തിൽ പേര് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അതിനെയും മായ്ച്ചു കളയുകയോ റീറൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നൊരു പരിപാടിയില്ല. ഈ നിലകളിലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമുക്കും വീഴ്ച ഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന്. സ്തോത്രം. ആ ഒരു താക്കീത് നാം ഏറ്റെടുത്തുകൊണ്ട് വേണം ചുവടുകൾ വയ്ക്കുവാൻ. പാട്ടുകാരൻ പാടുന്നത് പോലെ ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിട. ഏതു നേരത്തും സംഭവിക്കാം. ആ ഒരു മുന്നറിയിപ്പ് ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ചുവടുകൾ വെച്ചാൽ ഓരോ ശ്വാസവും നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കും. ഓരോ ശ്വാസവും, ഓരോ ചുവടും. സ്തോത്രം. നമുക്ക് വല്ല ശത്രുക്കളും ഉണ്ടെന്ന് ഒരു സൂചന ലഭിച്ചാൽ നാം വളരെ സൂക്ഷ്മത്തോടെ നടക്കുള്ളല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞൊന്നും പോകത്തില്ല. വളരെ സൂക്ഷ്മത്തോടെ. സ്തോത്രം. അപ്പോൾ അതിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളാകുക. നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. യെസ്, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇപ്പൊ 2 കാര്യങ്ങൾ കൂടെയാണ് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞതിൽ ഒന്നിതാണ് വീണുപോകാനുള്ള സാധ്യത. മറ്റൊന്ന് നമുക്ക് അവിടെ നിന്നും പഠിക്കാനുള്ളത് എങ്ങനെ തെറ്റിയൊഴിയും എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്തോ ഭീകരമായ ശിക്ഷയുണ്ട്. അതിൻ്റെ ഒരു സാധ്യതാ പട്ടിക കൂടെ നമുക്ക് നോക്കി ഈ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഈ 2 കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സ്തോത്രം. അത് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ നമുക്ക് പഠിക്കാം. നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവ് നാം ആരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ മുഴുവനുമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും അതിശീഘ്രം സംഭവിപ്പാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കായി സ്തോത്രം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.